ഹലോ, എന്നതൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് ചെയ്യാൻ വേണ്ടി ദൂരെയെങ്ങും പോയില്ല. ഇത് എൻ്റെ നാട് തന്നെയാണ്, എൻ്റെ സ്വന്തം നാട്. ഒരാഴ്ച മുന്നേ എൻ്റെ അനിയത്തിയും കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ മറന്നു കിടന്നിരുന്നൊരു വീഡിയോ ആയിരുന്നേ. പിന്നെ അമ്പലത്തിലെല്ലാം കുളിച്ചിട്ട് മുടി വെച്ചിട്ടല്ലേ വരുന്നത്? ചാടിക്ക് വന്നിട്ട് ഇറങ്ങണിയാണ്. ഒരു ചെറിയ അമ്പലമുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഉലാത്തുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ മുടി അഴിച്ചിട്ട് ഇങ്ങനെ നടക്കാവോ എന്ന് ജോസി ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുളിച്ചീറനാണ് എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. പറഞ്ഞ പോലെ ഒന്ന് വെള്ളത്തിൽ ചാടി നീന്തി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് നീന്തൽ അറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീന്തൽ അറിയത്തില്ല കേട്ടോ. ഈ ഒരു ഏരിയയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റത്തില്ല. എൻ്റെ നാട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ അമ്പലമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തൊന്നും ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ വീടുകളൊന്നും ഇല്ല കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും കാണാം ഒരു ചെറിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡുണ്ട്, നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കണ്ടമാണ്. ഇതുപോലെ വലിയ ഏരിയ ആയിട്ട് ഇങ്ങനെ കണ്ടം കിടപ്പുണ്ട്. കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടുണ്ട്. ആ തോടിന് ചെറിയൊരു പാലമുണ്ട്, തെങ്ങുംതോപ്പുണ്ട്, അതുപോലെ തന്നെ വാഴത്തോപ്പുണ്ട്. പിന്നെ ആ തോട്ടിലേക്ക് ബാക്കിയുള്ള ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ജോയിൻ ചെയ്യുന്ന ചെറിയ ചെറിയ കനാലുകളും ഓലിയും ചാലുകളും ഒക്കെ ഉണ്ട്. എന്ത് രസമാണ് കാണാമെന്നറിയോ. തോട്ടിലും കണ്ടത്തിലും ഒക്കെ ഇഷ്ടംപോലെ മീൻ കാണുമല്ലോ. അപ്പോൾ മീൻ പിടിക്കാനായിട്ട് പിള്ളേരെല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അവർ വരയിടുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ എന്നാ മീനോ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല, കൂടുതലുള്ളവരത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കിട്ടുമായിരിക്കും, കാരണം ഇതിൻ്റെ അക്കരെ സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ ഞങ്ങൾ പോകാറായപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല, കാരണം അവർ വലിയൊരു ഗ്യാങ് ആയിരുന്നു. മഴ തോർന്ന് നിൽക്കുന്ന ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം പതുക്കെ ഒന്ന് താന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ മീൻ പിടിക്കാനും കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. ആ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം. ഭയങ്കര ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ, കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു കുളിര് തരുന്ന ഒരു നല്ലൊരു ആംബിയൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഞാനിവിടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്. ചിലപ്പോൾ അമ്മച്ചിനെയും കൂട്ടി വരും, അതല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവാറില്ലെങ്കിലും നമ്മളിങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും പിന്നെ വരുന്നവർ സ്ലോ ചെയ്യും, അവരിറങ്ങി നോക്കും എന്താ ഇവിടെ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരക്കായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കണം, എന്തെങ്കിലും റീലൊക്കെ ചെയ്യണം ഇവിടെ നിന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഇതിലിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് സംഭവം. ഞങ്ങളിവിടെ വന്നിങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും പുറകെ വരുന്നവരൊക്കെ ഇറങ്ങി നിന്ന് നോക്കും എന്താ സംഭവം. അപ്പോൾ പിന്നെ ആളായി കൂട്ടമായി തിരക്കായി, പിന്നെ ഞങ്ങളുടെ വഴിക്കും പോകും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും മഴയൊക്കെ തോർന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയത്. ഇനിയിപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരിക്കും, അപ്പോൾ പിന്നെ വരവൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തിരക്കാണെങ്കിലും കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുക്കാം, ഒന്ന് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഈ കണ്ടത്തിൻ്റെ അക്കരെ ഒരു നല്ലൊരു വീട്, നല്ല രസമുണ്ട്. അവരുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ എന്തായിരിക്കും അല്ലേ. മഴയൊക്കെ വന്ന് വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും, എന്നാലും നല്ലൊരു ബ്യൂട്ടിയാണ് കാണാനും. ആ ഭാഗത്ത് തോട്ടിൽ നിന്ന് കുത്തി ഒലിച്ചിരുന്ന വെള്ളത്തിനകത്ത് കൊക്കും നീർക്കാക്കയൊക്കെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനവർ ശ്രദ്ധിക്കുമായിരുന്നേ. നീർക്കാക്കകൾ ആ വെള്ളത്തിൻ്റെ കൂടെ കുറേ അങ്ങ് ഒഴുകി പോയിട്ട് പിന്നെ അവർ കരയ്ക്ക് കയറി തിരിച്ചു വന്ന് വീണ്ടും ആ വെള്ളത്തിനകത്ത് എടുത്ത് ചാടുവാണ്. അവരും കളിക്കുവാണോ കുളിക്കുവാണോ, എന്തായാലും അവർക്ക് വരെ ഫൺഫില്ലായിട്ടുള്ള ഒരു മൊമെൻറ്റും അറ്റ്മോസ്ഫിയറും കാലാവസ്ഥയും ഒക്കെയാണ് കേട്ടോ. പിന്നെ കാണുന്ന പോലെ അല്ല കേട്ടോ, പേടിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിൽ മറ്റേ ഒരു അട്ടയുണ്ട് കേട്ടോ, നമ്മുടെ ബ്ലഡ് കുടിക്കുന്ന അട്ടയുണ്ട്. ഈ തോട്ടപ്പുഴു, ആ ഒരു കൈൻഡ് ഓഫ് അട്ട. അത് ഒരു പ്രാവശ്യം ഇവൾക്കിട്ട് അതിൻ്റെ കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ചില സമയങ്ങളിൽ അത് കടിച്ചു കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ട് അങ്ങ് മുറിവൊക്കെ കരിഞ്ഞു പോകുന്നതാണ്. പക്ഷേ ചില സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് പിന്നെ മെഡിക്കേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അച്ഛനോട്ട് കിട്ടിയിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, മാക്സിമം കെയർ ചെയ്താണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചേച്ചി, അന്ന് ഇത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു കേട്ടോ, മഴയ്ക്ക് മുന്നായിരുന്നു. അപ്പോൾ ആ ചേച്ചി കടവിൽ കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു
തോടിനകത്തും അട്ടയുണ്ട്, അതുകൊണ്ട് കടവിൽ നിന്ന് വെള്ളം കോരി കുളിക്കുക ചെയ്യുന്നത്. അട്ട കടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് കേട്ടോ കടവ്. ഇതിൽ ഞങ്ങൾ ഒരാഴ്ച മുന്നേ വന്നപ്പം ഇത് വറ്റി വരണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കുഴിക്കകത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ദാ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 3-4 ദിവസത്തെ മഴ കൊണ്ടാണ് ഇതിങ്ങനെ കര കവിഞ്ഞ് നിൽക്കുന്നത്. നല്ലോണം കര കവിഞ്ഞ് 2 സൈഡിലും വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ വെള്ളം കയറുന്നതാണ്. അമ്പലത്തിൻ്റെ പരിസരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ റോഡിൻ്റെ 2 സൈഡിലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദ്യാർ വട്ടം, കോളാമ്പിപ്പൂവ്, ചെത്തിപ്പൂവ്, തുളസി, പിന്നെ ഈ കണ്ടത്തിൻ്റെ വരമ്പിൽ കൂടെ എല്ലാം നല്ല ആൽമരത്തിൻ്റെ തൈകൾ കണ്ടു കേട്ടോ. എന്തൊക്കെയായാലും നല്ല വൈബ്. മീൻ പിടിക്കാൻ വേറൊരു ഗ്യാങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബഹളമാണിവിടെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും കണ്ടിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. വൈകുന്നേര സമയത്തൊക്കെ, ഇപ്പോൾ മഴയില്ലാത്തപ്പോഴാണെങ്കിലും വൈകുന്നേര സമയത്തൊക്കെ ഇതിലിങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് നന്ദ്യാർ വട്ടപ്പൂവ്. മഴ പെയ്തിട്ടെല്ലാം കൊഴിഞ്ഞു വീണ് കിടക്കുകയാണ്. ഇതിനേക്കാളും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന റബ്ബർ തോട്ടത്തിനകത്താണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേക്കും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇതുപോലെ തോടും കണ്ടവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട്. എൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു കുഞ്ഞ് ചായക്കടയോ അല്ലെങ്കിൽ ഒരു ഷാപ്പോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ അല്ലേ. നല്ല ചൂട് ചായയും നല്ല മുരുമുരാന്നിരിക്കുന്ന പരിപ്പ് വടയും ഇപ്പം കിട്ടണം. എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. മീൻ പിടിക്കാൻ വന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ്. അടുത്ത മഴ വരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്തണം കേട്ടോ. വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കായിരുന്നു. നമുക്കിവിടെ പരിസരത്ത് ചായക്കടകളൊക്കെ ചെറിയ നാട്ടിൻപുറത്തെ ചായക്കടകളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയുടെ ചായ കുടിക്കാം. പരിപ്പോടെ കാണുകയില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.